ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെച്ചാൽ നമുക്ക് എങ്ങനെ ക്രിസ്പി ആയിട്ട് പൊട്ടറ്റോ ഫ്രൈ തയ്യാറാക്കാമെന്നാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്രിസ്പി ഫ്രൈ. അപ്പോൾ പലർക്കുള്ള പ്രശ്നമാണ് പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നിന്ന് വെള്ളം പൊട്ടുന്ന പോലെ, ഒലിക്കുന്നത് പോലെ, എണ്ണ കുടിച്ചതുപോലെ. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 3 പൊട്ടറ്റോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് ഞാൻ ഒരു സ്ക്വയർ നമ്മുടെ ക്യൂബ് രൂപത്തിൽ അരിഞ്ഞെടുക്കുകയാണ്. ചെറിയ ചെറിയ ക്യൂബ് രൂപത്തിലാക്കിയിട്ട് എങ്കിലും നമുക്ക് പൊട്ടറ്റോ പെട്ടെന്ന് ഉള്ളു വെന്ത് കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് എണ്ണയിലിട്ട് നമ്മൾ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് മൂടി വെച്ച് വേവിച്ചാൽ വെന്ത് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഓരോ പൊട്ടറ്റോ എടുത്തിട്ട് ഇതുപോലെ ഒരു ക്യൂബ് രൂപത്തിലാക്കിയിട്ട് കറക്റ്റ് അളന്നിട്ടൊന്നല്ല, ഏകദേശം ഒരു ക്യൂബ് രൂപത്തിലാക്കി മുറിച്ചെടുക്കുകയാണേ. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം അങ്ങനെ ചെയ്ത് മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതെന്ന് വെച്ചാൽ നന്നായിട്ട് കഴുകണം. ഈ പൊട്ടറ്റോൻ്റെ അകത്ത് ഒരു സ്റ്റാർച്ച് ഉണ്ടാവും, അത് നമ്മൾ മുഴുവനായിട്ട് പോക്കിയെടുക്കണം. ആ ഒരു ഇതുണ്ടാവില്ലേ, അത് പോക്കിയെടുക്കണം. എങ്കിലേ പൊട്ടറ്റോ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ചതഞ്ഞ പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ അരിച്ച് മാറ്റിയിട്ടുണ്ട്. അതൊരു ബൗളിലിട്ടിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം നമ്മുടെ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം, ഒരു 2 നുള്ളോളം കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതൊക്കെ ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 2 മിനിറ്റ് മാത്രം വെച്ചാൽ അത് കൂടുതൽ വെച്ചാൽ വെള്ളം ഇറങ്ങും. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കോൺഫ്ലവർ ചേർക്കുന്നത്. നമുക്കത് മനസ്സിലാവില്ല. അപ്പോൾ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ മിക്സ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാനിപ്പോൾ 2 തവണയായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. മൂടി വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവും, അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ തുറന്നിട്ട് വേവിച്ചാലും വേവൊക്കെ ചെയ്യും, പക്ഷേ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ കൂടുതൽ എരിവൊന്നുമില്ല. ഇനി എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി ഇട്ടാൽ മതി. അപ്പം ഞാനത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാണ്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച് ഞാൻ അതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ശബ്ദം കേട്ടല്ലോ, ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ആണ്. ഉള്ളു നന്നായിട്ട് വെന്തിട്ട് പുറമെ നല്ല ക്രിസ്പി ആയിട്ട്. ആ പ്ലേറ്റിലേക്ക് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. കൂടെ ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.